ആ സമയത്ത് പിന്നെയും മഹത്വം എടുക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ, ഇങ്ങനെ ഒരു തലമുറയിൽ ദൈവത്തെ സേവിപ്പാൻ ദൈവം നമുക്ക് നൽകിയതായ വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം. വളരെ ശക്തമായി ഈ പാൻഡമിക് കണ്ടീഷനിലും ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തിൽ എല്ലാ കോണുകളിലും ചലിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഒരിക്കലും കയറി ചെല്ലുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന സാമ്രാജ്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ആത്മാവ് കടന്നുപോയി ആത്മാക്കളെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണിത്. ചില മേഖലകളിൽ പ്രാസംഗികർ നിശബ്ദരായിരിക്കാം. പാസ്റ്റർമാർക്ക് സഭകളെ ഒരുമിച്ച് കൂട്ടിവരുത്തുവാൻ കഴിയത്തില്ലായിരിക്കാം. പലപ്പോഴും ഈ കണ്ടീഷനിൽ കോവിഡ് കാലത്ത് മൈതാനങ്ങളിലും സ്റ്റേഡിയംസിലും ഒന്നും ക്രൂസേഡ്സിന്, സുവിശേഷ യോഗങ്ങൾക്ക്, കൂടിവരവുകൾക്കൊന്നും സാധ്യതയില്ലായിരിക്കാം. പക്ഷേ എങ്കിലും ഒരു ക്രൂസൈഡിലെങ്കിലും, ഒരു കൺവെൻഷനിലെങ്കിലും, ഫിസിക്കലി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കഴിയത്തില്ലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കേണ്ടതിനെ ചലിപ്പിക്കുകയും നിറയ്ക്കേണ്ടതിനെ നിറയ്ക്കുകയും തൊടേണ്ടവരെ തൊടുകയും കർത്താവിന് വേണ്ടി ആത്മാക്കളെ വേർതിരിക്കുകയും ചെയ്യുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലും മറ്റും കാണുവാൻ ഗുണം കഴിയും. ഈ ദിവസങ്ങൾ മൗനമായി മാറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിശ്ചയമായി വലിയ അളവിൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്നൊരിക്കലും മറക്കരുത്. അനേക വർഷങ്ങൾക്ക് മുമ്പ് അയൺ കർട്ടൻ അറിയപ്പെട്ടിരുന്ന USSRൽ, അയൺ കർട്ടൻ എന്നറിയപ്പെട്ടിരുന്നതായ കമ്മ്യൂണിസ്റ്റ് USSRൽ ഡോക്ടർ ബില്ലി ഗ്രഹാമിന് കടന്നുപോയി പ്രസംഗിപ്പാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവർ പറഞ്ഞു, പ്രസംഗിപ്പാൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കയില്ല. അദ്ദേഹത്തിന് ഒരു ദിവസം ഒരു ടൂറിസ്റ്റ് വിസ ലഭിച്ചു USSRൽ കടന്നു പോകാൻ. USSRൽ റഷ്യയുടെ തലസ്ഥാനം മോസ്കോ ഉൾപ്പെടെയുള്ളതായ സ്ഥലങ്ങളും വിവിധ പട്ടണങ്ങളിലും ദൈവത്തിൻ്റെ ദാസൻ കടന്നുപോയി അവിടെ എങ്ങനെയാണ് ജനം ജീവിക്കുന്നതെന്ന് സാക്ഷാൽ ഡോക്ടർ ബില്ലി ഗ്രഹാം കണ്ടു. എന്നിട്ട് അന്നത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയം മോസ്കോയിലുണ്ടായിരുന്നു. ആ സ്റ്റേഡിയത്തിൻ്റെ ഒരറ്റത്ത് ബില്ലി ഗ്രഹാം മാറിയിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, എന്നെങ്കിലും ഈ സ്റ്റേഡിയത്ത് അങ്ങയുടെ വചനം പ്രസംഗിപ്പാൻ, അങ്ങയുടെ സാക്ഷിയായി നിൽക്കുവാൻ നീ എനിക്ക് കൃപ ചെയ്യണമേ. വളരെ ഭാരത്തോടെ ആ ദേശത്തിന് വേണ്ടി ആ സ്റ്റേഡിയത്തിലൊക്കെ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഒന്നും സംഭവിക്കാതെ മടങ്ങി വന്നു. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ പ്രാർത്ഥനയുടെ ശക്തി കുറയുന്നില്ല. അത് കട്ടകളുടെ ഇടയിൽ കിടക്കുന്ന വിത്ത് പോലെയാണ്. അതവിടെ കിടന്നാൽ മഞ്ഞും മഴയും വരുമ്പോൾ ആ വിത്ത് പൊട്ടിമുളയ്ക്കുന്നത് പോലെ ഇന്നലകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചതായ സകല പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. അത് വന്നുകൊണ്ടേയിരിക്കുന്നു. ബില്ലി ഗ്രഹാം പ്രാർത്ഥിച്ചിട്ട് അമേരിക്കയിലേക്ക് മടങ്ങി വന്നു. നാളുകൾ ചിലത് കഴിഞ്ഞു, കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു. USSR നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിന് ക്ഷണമുണ്ടായി. ഏത് സ്റ്റേഡിയത്തിൽ നിന്നാണോ അദ്ദേഹം പ്രാർത്ഥിച്ചത്, അതേ സ്റ്റേഡിയത്തിൽ, നിറഞ്ഞ് കവിയുന്നതായ ആ സ്റ്റേഡിയത്തിൽ ഡോക്ടർ ബില്ലി ഗ്രഹാം പ്രസംഗിപ്പാൻ എഴുന്നേൽക്കുമ്പോൾ സാക്ഷാൽ USSRൻ്റെ ആർമിയുടെ ബ്യൂഗിൾ റെജിമെൻ്റ്, അഥവാ അവിടെ എന്തുവാ, ട്രംപറ്റ് ബാൻഡ് സൈന്യം അവർ ഇപ്രകാരം പാടി, ഗ്ലോറി ഗ്ലോറി ഹല്ലേലൂയ, ഹിസ് ട്രൂപ്പ് ഈസ് മാർച്ചിങ് ഓൺ. അതേ USSRൻ്റെ സൈന്യത്തിൻ്റെ ഗാന അകമ്പടിയോടെ ആ സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത 33% ആൾക്കാർ പുറത്തു നിൽക്കുകയെ ഡോക്ടർ ബില്ലി ഗ്രഹാം USSRനോട് കർത്താവിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷം പറയുകയുണ്ടായി. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ തലമുറയായി ഈ തലമുറ ദൈവത്തിൻ്റെ കൃപയാൽ മാറ്റപ്പെടുവാൻ പോകുകയാണ്. ലോകത്തിൽ ഏറ്റവും ശക്തിയോടെ, തിരക്കോടെ ചലിക്കുന്ന ആത്മാവ് ഏതോ രാജാവിൻ്റെയോ രാജ്ഞിയുടെയോ പ്രസിഡന്റിൻ്റെയോ പ്രധാനമന്ത്രിയുടെയോ ആത്മാവല്ല, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടുകൂടെ ഈ നാളുകളിൽ ചലിച്ചുകൊണ്ട് ഇരിക്കുന്നു.
പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എനിക്കിന്ന് വൈകുന്നേരത്ത് നിങ്ങളോട് പറയാനുള്ളത്. പഴയ നിയമത്തിലെ ഒരു ഉദാഹരണത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ വചനം നാം കേൾപ്പാൻ പോകുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്യണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. 10-ാം വാക്യം. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നു എങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ഇരട്ടിപ്പങ്ക് ആത്മാവിനെ എലീശായുടെ മേൽ ദൈവം പകർന്ന സംഭവം എഴുതിയിരിക്കുന്ന ഒരു അധ്യായമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. ഇരട്ടിപ്പങ്ക് എന്ന് പറയുന്ന ഒരളവ് പുതിയ നിയമസഭയ്ക്ക് ഇല്ല. ചിലരെങ്കിലും ഞെട്ടിക്കാണും. ഇരട്ടിപ്പങ്ക് ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ, ഇരട്ടിപ്പങ്ക് ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ എന്നൊക്കെ ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇരട്ടിപ്പങ്ക് എന്ന് പറയുന്നതായ ഒരളവ് പുതിയ നിയമസഭയ്ക്ക് തരാമെന്ന് ദൈവം പറഞ്ഞില്ല. പകരം യേശു കർത്താവിനെ ദൈവം നിറച്ചിരിക്കുന്ന അളവിനാലാണ് പുതിയ നിയമവിശ്വാസികളെ കർത്താവ് നിറയ്ക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് പല കാര്യങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിലുമുണ്ട്, ദൈവ സാന്നിധ്യത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് പലരുടെ മേലും വരും. ഈ പലരെന്ന് പറഞ്ഞാൽ ന്യായാധിപന്മാരായിരിക്കാം, രാജാക്കന്മാരായിരിക്കാം, പ്രവാചകന്മാരായിരിക്കാം. ശിംശോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, അല്ലെങ്കിൽ ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതികളെ ദൈവം ചെയ്യുവാൻ ചിലരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം അയച്ചു. അവരെ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അക്കാര്യം ചെയ്തു, എന്നിട്ട് മാറിപ്പോയി. എന്നാൽ പുതിയ നിയമത്തിൽ ഏതോ ഞായറാഴ്ചകളിൽ മാത്രം, ഏതോ സർവീസിന് മാത്രം ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് പിന്നെ മാറിപ്പോകുന്നവനല്ല, പകരം എന്നും കൂടെ ഇരിക്കുന്നവനാണ്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നവനെന്നല്ല പറഞ്ഞത്, എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. എന്നെന്നും കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് 24 മണിക്കൂറും വർഷത്തിന് 365 ദിവസവും ഏറ്റവും അടുത്ത ബന്ധുവിനേക്കാൾ, സുഹൃത്തിനേക്കാൾ കൂടെ ഇരിക്കുന്നവനാണ് ആര്? തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധ ആത്മാവ്. യേശു കർത്താവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 34-ാം വാക്യം പറയുന്നു, അളവില്ലാത്തതായ ആത്മാവിനെയായിരുന്നു ദൈവം മെശിഹയാകുന്ന യേശുവിൻ്റെ മേൽ പകർന്നത്. അളവില്ലാത്തതായ ആത്മാഭിഷേകം. എന്തുകൊണ്ട്? ഞാൻ ആൾറെഡി പറഞ്ഞു, ഇപ്പം പറഞ്ഞു, യേശു കർത്താവ് മെശിഹയാണ്. മെശിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, അനോയിന്റഡ് വൺ, അഭിഷിക്തൻ, മെശിഹ. അന്ത്രയോസ് യേശു കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 40-41 വാക്യങ്ങൾ പറയുന്നു, ഞങ്ങൾ മെശിഹായെ കണ്ടിരിക്കുന്നു. മെശിഹ എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. 3 പ്രധാനപ്പെട്ടതായ വാക്യങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ അല്ലെ, വചനങ്ങൾ ഒരുമിച്ച് 3 വാക്കുകൾ ഒരുമിച്ച് ചേർന്നതാണ് മെശിഹ എന്ന പദം. യോഹന്നാൻ 1:41 അന്ത്രയോസ് പറയുകയാണ്, അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 3 പദങ്ങളുടെ ഒരുമിച്ച് സമ്മേളനമാണ് മെശിഹ. പുരോഹിതൻ, 2 പ്രവാചകൻ, 3 രാജാവ്. പുരോഹിതൻ്റെ, പ്രവാചകൻ്റെ, രാജാവിൻ്റെ അഭിഷേകത്തിൻ്റെ സമ്മേളനമായിരുന്നു യേശു. 3 നദികൾ ഒരുമിച്ച് ചേരുന്നത് പുണ്യസ്ഥലമെന്ന് ഇന്ത്യക്കാരായ നമ്മൾ പലരും പറയും.
3 സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന കന്യാകുമാരിയിൽ ഈ കോവിഡ് കാലത്തും ജനം ഒരുമിച്ച് കൂടുന്നു. 3 നദികൾ ഒരുമിച്ച് ചേർന്നാൽ, 3 സമുദ്രങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ ആ സ്ഥലങ്ങളെല്ലാം സ്പെഷ്യലാകുന്നത് പോലെ 3 അഭിഷേകം ഒരുമിച്ച് ക്രിസ്തുവിൽ ഇതാ ചേർന്നിരിക്കുകയാണ്. അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ, ശ്രേഷ്ഠ മഹാപുരോഹിതൻ, രാജാതി രാജാവ്. പുരോഹിതൻ, പ്രവാചകൻ, രാജാവ്, 3 അഭിഷേകത്തിൻ്റെ അക്യുമുലേഷൻ, കൂടിച്ചേരൽ യേശുവിൽ വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ കിഴക്ക് നിന്ന് വിദ്വാൻമാർ കടന്നു വന്നപ്പോൾ 3 കാര്യങ്ങൾ കൊണ്ടുവന്നത്: മൂര്, പൊന്ന്, കുന്തിരിക്കം. മത്തായി 2:11 ആ വീട്ടിൽ ചെന്ന് യേശുവിൻ്റെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് നമസ്കരിച്ച് നിക്ഷേപ പാത്രങ്ങളെ തുറന്ന്, അവന് അമ്മയോട് കൂടിയാണ് കണ്ടത്, പക്ഷെ കൊടുക്കുന്നത് മകനാണ്, അവന് പൊന്ന്, കുന്തിരിക്കം, മൂര് കാഴ്ചവെച്ചു. എന്തുകൊണ്ട് പൊന്ന്? അവൻ രാജാവായതുകൊണ്ട് പൊന്ന്, അവൻ പുരോഹിതനായതുകൊണ്ട് കുന്തിരിക്കം, അവൻ പ്രവാചകനായതുകൊണ്ട് മൂര്. യേശു കർത്താവ് രാജാവാണ്, യേശു കർത്താവ് പുരോഹിതനാണ്, യേശു കർത്താവ് പ്രവാചകനാണ് എന്നങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ? യേശു രാജാതി രാജാവാണ്, യേശു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, യേശു വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ്. അതുകൊണ്ട് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. യോഹന്നാൻ 3:34 അതുകൊണ്ടാണ് പറയുന്നത്, ഇമ്മെഷറബിൾ അനോയിന്റിങ്, അളവില്ലാത്തതായ അഭിഷേകം പിതാവ് യേശുവിൻ്റെ മേൽ ഇതാ പകർന്നിരുന്നു എന്ന്. അതുകൊണ്ട് ഇരട്ടിപ്പങ്ക് എന്ന് പറയുന്നതായ ഒരു അളോപാത്രം കൊണ്ട് പുതിയ നിയമത്തിലിരിക്കുന്നത് നിങ്ങൾ ഇരിക്കരുത്. അളവില്ലാത്ത ആത്മാവിൻ്റെ അഭിഷേകം യേശുവിൻ്റെ നിറവിനാലാണ്. അവൻ്റെ നിറവിനാൽ നിങ്ങൾ കൃപമേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. യോഹന്നാൻ 1. അവൻ്റെ അളവിനാൽ. യേശുവിൻ്റെ അളവെന്ന് പറയുന്നത് എന്താണ്? അളവില്ലാത്ത ആത്മാവ്. പഴയ നിയമത്തിൽ ആരും അന്യഭാഷ പറഞ്ഞില്ല. പഴയ നിയമത്തിൽ ആരും അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനിച്ചില്ല. പഴയ നിയമത്തിൽ ആരുടെ മേലും 24 മണിക്കൂറും പരിശുദ്ധാത്മാവ് അധിവസിച്ചില്ല, ഈവൻ ഏലീശായിൽ പോലും. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഇരട്ടിപ്പങ്കല്ല, അളവില്ലാത്ത ആത്മാവിൻ്റെ അഭിഷേക സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരുന്നാണ്. എന്നാൽ നമ്മുടെ ഗുണീകരണത്തിന് വേണ്ടി 2 രാജാക്കന്മാർ 2-ാം അധ്യായം കർത്താവിൻ്റെ ആത്മാവ് എഴുതിയിരിക്കുന്നു. അതിലിതാ 2 തലമുറ ഒരുമിച്ച് നടക്കുകയാണ്. ഒന്ന് ഏലിയാവ്, മറ്റൊന്ന് എലീശ. 2 തലമുറയുടെ സമ്മേളനമാണ് നിങ്ങൾക്കവിടെ കാണുവാൻ കഴിയുന്നത്. 2 തലമുറ എവിടെ ഒരുമിച്ച് നിൽക്കുന്നു അവിടെ എല്ലായിടത്തും an open heaven, ഒരു തുറന്ന സ്വർഗം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരു തുറന്ന സ്വർഗം, ഒരു തുറന്ന സ്വർഗം. അപ്പനും മക്കളും എവിടെ ഒരുമിച്ച് നിൽക്കുന്നോ, അമ്മയും മക്കളും എവിടെ ഒരുമിച്ച് നിൽക്കുന്നോ, ഈ കാലഘട്ടത്തിലും there will be an open heaven. അവിടെ ഒരു തുറന്ന സ്വർഗം ഉണ്ടായിരിക്കും. ഏലിയാവും എലീശയുമായി അവിടെ ഒരുമിച്ച് നിൽക്കുന്നു. അതേ ചിത്രത്തിൻ്റെ ആവർത്തനമാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. യോർദാൻ്റെ കരയിൽ തന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ പഴയ നിയമത്തിൻ്റെ ഒടുവിലത്തെ കണിയാകുന്ന സ്നാപക യോഹന്നാനും പുതിയ നിയമത്തിലെ ആദ്യത്തെ കണിയാകുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരുമിച്ച് നിന്നപ്പോഴും സ്വർഗം തുറക്കപ്പെട്ടു. സകല കുടുംബങ്ങൾ നോക്കി ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ പറയട്ടെ, 2 തലമുറകൾ ഒരുമിച്ച് നിൽക്കുന്നുവെങ്കിൽ let there be an open heaven. അവിടെ ഒരു തുറന്ന സ്വർഗം ഉണ്ടായിരിക്കും. ഏലിയാവ് എലീശായുടെ കൂടെ നടക്കുകയാണ്. പിതാക്കന്മാരുടെ കാലത്ത് പിതാക്കന്മാരെ പ്രയോജനപ്പെടുത്തി, ദൈവമേ എന്നെയും പ്രയോജനപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് വളരെ ലോയൽറ്റിയോടെ, ആത്മാർത്ഥതയോടെ എലീശ ഏലിയാവിൻ്റെ പിന്നാലെ നടക്കുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ദിവസങ്ങളിൽ ലോയൽറ്റി, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവർ വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ളവർ വളരെ കുറഞ്ഞിരിക്കുന്നു. ലോയൽറ്റി, ആത്മാർത്ഥത അല്ലെങ്കിൽ വിശ്വസ്തത. ചർച്ചിലേക്ക് പലരും കയറി വരുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വരുന്നത്. എന്ത് കിട്ടും? നല്ല പ്രസംഗം കിട്ടുമോ? നല്ല പോയിന്റ് കിട്ടുമോ?
നല്ല തോട്ട്സ് കിട്ടുമോ എന്ന് പറഞ്ഞാണ് സ്തോത്രം പലരും കയറി വരുന്നത്. എന്നാൽ ഈ വിശുദ്ധ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെന്ത് കിട്ടും എന്ന് പറയുന്നതല്ല, സാക്രിഫൈസായി അങ്ങോട്ട് കൊടുത്തതാണ്. രണ്ടുപേരെ കുറിച്ച് ഞാൻ പറയട്ടെ. ഒന്ന് ലൂക്കോസ് എന്ന വൈദ്യൻ, മറ്റൊന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത പോളികാർപ്പ് എന്ന് പേരുള്ളതായ യോഹന്നാന്റെ ശിഷ്യൻ. ലൂക്കോസ് ആണ് അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. പക്ഷെ ഒരിക്കൽ പോലും ലൂക്കോസ് തൻ്റെ പേര് വച്ചില്ല, തൻ്റെ അഭിപ്രായം എഴുതിയില്ല. തൻ്റെ പേരും കൂടെ ലൂക്കോസ് ചേർത്തിട്ട് തൻ്റെ സ്വയം പ്രശംസയ്ക്കായി അവനൊന്നും ചെയ്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ ലൂക്കോസ് അങ്ങ് എഴുതുകയാണ്. അവർ സ്വയമായി ഒന്നും പ്രതീക്ഷിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്. യോഹന്നാനുണ്ടായ വെളിപ്പാട് പോളികാർപ്പാകുന്ന ഞാൻ എഴുതിയുന്നത് എന്ന് പോളികാർപ്പ് എഴുതി ചേർത്തില്ല. പകരം അവരെല്ലാവരും തന്നെ, ലൂക്കോസ് ആകട്ടെ, പോളികാർപ്പാകട്ടെ, ഇനി യോഹന്നാനോ പൗലൂസോ പത്രോസോ ആരായാലും ശരി, സ്തോത്രം, തങ്ങളെ തന്നെ ഏൽപ്പിച്ച് ലോയലായി ആത്മാർത്ഥമായി ദൈവത്തെ സേവിച്ചു, ആത്മാർത്ഥമായി കർത്താവിനെ സേവിച്ചു. ഈ കാലഘട്ടത്തിൽ നിങ്ങളും ഞാനും ഒരു അനുഗ്രഹമായി തീരുവാൻ ലോയലായി ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ആര് നിൽക്കുമ്പോൾ ദൈവം അവരെ പ്രയോജനപ്പെടുത്തും. എലീശായുടെ വിശ്വസ്തതയാണല്ലോ ഞാൻ പറഞ്ഞത്. എലീശ ഏലിയാവിൻ്റെ പിന്നാലെ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുകയാണ്. വലിയ സക്സസ്ഫുള്ളായ ഒരു കൃഷിക്കാരനായിരുന്നു എലീശ. എന്നാൽ തൻ്റെ യജമാനന്റെ പുതപ്പ് അവൻ്റെ മേൽ വന്നപ്പോൾ, അഥവാ ദൈവത്തിൻ്റെ വിളി അവൻ്റെ മേൽ വന്നപ്പോൾ, അവൻ തൻ്റെ കൃഷി ചെയ്യുന്നതായ ഉപകരണത്തെ വെട്ടിക്കീറി തൻ്റെ കാളകളിൽ ഒന്നിനെ കൊന്ന് ആ കൃഷി ഉപകരണങ്ങളുടെ മുകളിൽ വെച്ചതിനെ യാഗമാക്കി ചുട്ട് എരിച്ച് ചാരമാക്കിയിട്ടാണ് എലീശയുടെ പിന്നാലെ പോയത്. പിന്നെ തിരിച്ചു വന്ന് തനിക്ക് ഈ നുകം ചുമക്കാൻ അവിടെ നുകമില്ല, അത് എരിഞ്ഞു ചാരമായി പോയി. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. എലീശായ്ക്ക് തിരിച്ചു വരുവാൻ ഒരു വഴിയില്ല. എലീശ തിരിച്ചു പോകേണ്ടതായ തൻ്റെ പിൻവാതിൽ അടച്ചിട്ടാണ് അവൻ മുന്നോട്ട് പോയത്. പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്തതായ ഒരു പ്രവൃത്തി നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ഒരു പിൻവാതിൽ, നിങ്ങളുടെ പിൻവാതിൽ നിങ്ങൾ അടച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്മാറാൻ ഒരു രക്ഷയുമില്ല. ഒരു നല്ല ഗാനം ഇങ്ങനെയുണ്ട്: പിന്തിരികയുമില്ല, ഒരിക്കലും ഞാൻ പിന്മാറുകയുമില്ല. പിന്തിരികയുമില്ല, ഒരിക്കലും ഞാൻ പിന്മാറുകയുമില്ല. അങ്ങനെ പിന്നോട്ട് പോകുവാനുള്ളതായ യാതൊരു സാധ്യതയുമില്ലാതെ ആ സാധ്യതകളെ മുഴുവൻ അടച്ചിട്ട് മുന്നോട്ട് പോകുന്നതായ എലീശ. പത്രോസ് അങ്ങനെയല്ല യേശുവിൻ്റെ പിന്നാലെ പോയത്. അവൻ വള്ളത്തെയും വലയും ഒക്കെ വിട്ടേച്ച് പോയതേ ഉള്ളൂ, എരിച്ചിട്ട് പോയില്ല. ഈ വിട്ടേച്ച് പോയി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒന്നും സൂക്ഷിച്ച് വച്ചിട്ടായിരിക്കും പോയത്. ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പഴയ പാരമ്പര്യത്തിൽ പോകണമല്ലോ എന്ന് പറഞ്ഞ് അവിടുത്തെ പേരൊന്നും വെട്ടിയില്ല. അവിടുത്തെ മറ്റേ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കുന്ന പൈസയും നിർത്തിയില്ല. ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു സൂട്ട് കേസ് പാക്ക് ചെയ്ത വാതുക്കൽ വെച്ചിട്ടാണ് പലരും ഇവിടെ വന്ന് ആരാധിക്കുന്നത്. ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ പെട്ടിയെടുത്ത പഴയ പാരമ്പര്യത്തിൽ പോകണം. അങ്ങനെയുള്ളവനായിരുന്നു പത്രോസ്. പെട്ടി പാക്ക് ചെയ്തത് അത് ഒത്തു, അത് അവസാനം പിന്മാറ്റത്തിൽ പോയി. ആ ഗതികേട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. നിങ്ങളുടെ പിൻവാതിലുകളെ അടച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പത്രോസ് അതിനെ എരിക്കാനോ ചാരമാക്കാനോ നശിപ്പിക്കാനോ മുതിരാത്തത് കൊണ്ട് തിരിച്ചു ചെന്നപ്പോൾ ആ വള്ളവും വലിയും എല്ലാം അവനെ കാത്തിരുന്നു. എന്നാൽ എലീശ അങ്ങനെയല്ല. അവൻ കൊല്ലേണ്ടതിനെ കൊന്നു, എരിക്കേണ്ടതിനെ എരിച്ചു, ചാരമാക്കേണ്ടതിനെ ചാരമാക്കി. അവനൊറ്റ ഡയറക്ഷനേ ഉള്ളൂ, ഒരു ദിശയുള്ളൂ, മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അവന് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. അവനിതാ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് അരുളപ്പാടിതാണ്: ഏലിയാവിൻ്റെ ദൈവം ചുഴലിക്കാറ്റിലെടുപ്പാൻ നേരം വന്നിരിക്കുന്നു. 2-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ തിരുവചനം പറയുന്നു: യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ. ചുഴലിക്കാറ്റിൻ്റെ പ്രത്യേകത അത് സ്വർഗത്തിലേക്ക് എടുക്കുന്നതാണ്. വേൾപൂൾ,
ചുഴലിക്കാറ്റ് സ്വർഗത്തിലേക്ക് എടുക്കുന്നതാണ്, കൊടുങ്കാറ്റ് ലോകത്തിൽ തകർക്കുന്നതാണ്. ഇയ്യോബിന്റെ വീട്ടിൽ വീശിയത് കൊടുങ്കാറ്റായിരുന്നു. കൊടുങ്കാറ്റിൽ തകർന്നവനായിരുന്നു ഇയ്യോബ്. എന്നാൽ കൊടുങ്കാറ്റിൽ തകർന്ന ഇയ്യോബിനോട് സംസാരിപ്പാൻ ചുഴലിക്കാറ്റിൽ കർത്താവ് ഇറങ്ങി വന്നു എന്ന് പുസ്തകം പറയുന്നു. കൊടുങ്കാറ്റിൽ തകർന്നവനെ ചുഴലിക്കാറ്റിൽ ദൈവം നിന്നെ പണിവാൻ പോകുകയാണ്. കൊടുങ്കാറ്റിൽ തകർന്നവരെ ചുഴലിക്കാറ്റിൽ നഷ്ടപ്പെട്ടത് ഇരട്ടിയായി തിരികെ നൽകി ദൈവം നിന്നെ പണിവാൻ പോകുന്നു. ദൈവം ചുഴലിക്കാറ്റിൽ ഏലിയാവെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിക്കുമ്പോൾ ഏലിയാവ് എലീശായോട് കൂടെ എവിടെ നിന്ന് പുറപ്പെട്ടു? ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. 4 സ്ഥലങ്ങൾ ഞാൻ പറയും. നിങ്ങളുടെ അഭിഷേക ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ, നിങ്ങളുടെ ശുശ്രൂഷയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ 4 അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. 4 അനുഭവങ്ങൾ. 4 എന്ന് പറയുന്നത് സൃഷ്ടിയുടെ അഥവാ ഭൂമിയുടെ സംഖ്യയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ആക്കുമ്പോൾ ആദാമിനോട് 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 4 തൂണുകളിലാണ് മാനവ സൃഷ്ടിയെ ദൈവം ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മനുഷ്യൻ ഏറ്റവും സക്സസ് ആയ ആത്മീയ ശുശ്രൂഷ ചെയ്യുവാൻ, അല്ലെങ്കിൽ എലീശായുമായിട്ടുള്ള ബന്ധത്തിൽ ഇരട്ടി പങ്കിന്റെ പുതപ്പ് ലഭിപ്പാൻ 4 അനുഭവങ്ങൾ ആവശ്യം. എലീശ ഏലിയാവിനോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശായോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഗിൽഗാൽ എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ദൈവം നിന്ന ഉരുട്ടിക്കളഞ്ഞ സ്ഥലമാണ്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവരിതാ സ്തോത്രം ഗിൽഗാൽ എന്നറിയപ്പെടുന്നതായ ആ പ്രത്യേക സ്ഥലത്ത് വന്നെത്തി. ആ ഗിൽഗാൽ എന്നറിയപ്പെടുന്നതായ സ്ഥലത്ത് അവരെത്തുമ്പോൾ സ്തോത്രം മന്ന നിന്നു എന്നാണ് തിരുവചനം പറയുന്നത്. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. യോശുവ 5:9. യഹോവ യോശുവയുടെ ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങൾ ചെന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ, ഉരുൾ എന്ന് പേർ പറയുന്നു. ഗിൽഗാലിൽ വന്നപ്പോൾ മന്ന നിന്നു. അതുവരെയും അവർ മന്നയിൽ ജീവിച്ച തലമുറയാണ്. മിസ്രൈമിൽ നിന്ന് അവർ പുറപ്പെട്ട് മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ പകൽ മേഘസ്തംഭമുണ്ട്, രാത്രി അഗ്നിസ്തംഭമുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മന്ന പൊഴിയുന്നുണ്ട്. ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു. ജനമേ, നിനക്ക് എന്തോ ഉണ്ട്? ഒന്നുമില്ല. ജാതികൾ ചോദിക്കും, നിനക്ക് സ്വന്തമായി വീടുണ്ടോ? ഇല്ല. സ്ഥലമുണ്ടോ? ഇല്ല. പിന്നെ എന്തുണ്ടോ? വാഗ്ദത്തം മാത്രമുണ്ട്. ദൈവം പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തത്തിലേക്ക് പോവുകയാണ്. ഇന്നും രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപയിൽ കടന്നു വരുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും പഴയ സുഹൃത്തുക്കളും പുതിയ ശത്രുക്കളും ഒക്കെ നിങ്ങളോട് ചോദിക്കുന്നു, എന്തുകൊണ്ട്? പല വ്യക്തികൾക്കും പറയാനുള്ളത് കൈമുതലായ കുറച്ച് വാഗ്ദത്തം മാത്രമുണ്ട്. കള്ളം പറയാത്ത കർത്താവിൻ്റെ വാഗ്ദത്തം മാത്രമുണ്ട്. എൻ്റെ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് വ്യത്യാസമില്ല. പുല്ലുണങ്ങിയാലും പൂവാടിയാലും കർത്താവിൻ്റെ വാഗ്ദത്തം എന്നേക്കും നിലനിൽക്കുന്നു. ആ വാഗ്ദത്ത പ്രകാരം അവർ മുന്നോട്ട് പോകുന്നു. പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുവാൻ അവർക്കൊന്നുമില്ല. ചുറ്റുമുള്ള ജാതികൾ അവരെ നിന്ദിക്കുന്നുണ്ടായിരിക്കും. ഒന്നുമില്ലാത്തവർ നിങ്ങളെപ്പോലെ തന്നെ നിന്ദിക്കുന്നുണ്ടായിരിക്കും. സ്നാനപ്പെട്ടിട്ട് എന്നാ കിട്ടി, പ്രാർത്ഥിച്ചിട്ട് എന്നാ കിട്ടി, അവിടെ പോയിട്ട് എന്തോ കിട്ടി എന്ന് നിന്ദിക്കുന്ന ജനം ആ നിന്ന സഹിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ യോർദാൻ വിഭാഗിക്കപ്പെട്ട് വാഗ്ദത്ത ദേശത്തിൽ അവർ എൻ്റർ ചെയ്തപ്പോൾ, അവർ പ്രവേശിച്ചപ്പോൾ മന്ന നിന്നു. മറ്റുള്ളവരെ പോലെ ദേശത്തിൻ്റെ നന്മ അവർ അനുഭവിച്ചു. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിങ്ങളുടെ ദേശത്തിൻ്റെ നന്മ നിങ്ങൾ അനുഭവിപ്പാൻ പോകുന്നു. രാജ്യത്തിൻ്റെ നന്മ നിങ്ങൾ അനുഭവിപ്പാൻ പോകുന്നു. രാജ്യങ്ങളുടെ നന്മ നിങ്ങൾ അനുഭവിപ്പാൻ പോകുന്നു. പട്ടണങ്ങളുടെ നന്മ നിങ്ങൾ അനുഭവിപ്പാൻ വേണ്ടി പോകുന്നു. നിങ്ങളുടെ നിന്ദകളെ ദൈവം ഉരുട്ടിക്കളയും. അധികം നിന്ദിക്കപ്പെട്ടവരെ, അധികം കേട്ട് ജീവിച്ചവരെ, നിങ്ങളുടെ നിന്ദയെ ആണിപ്പഴുതുള്ള കരത്തോടു കൂടിയവനായ കർത്താവ് തൻ്റെ ദൂതൻ്റെ കയ്യാലല്ല, തൻ്റെ കയ്യാൽ തന്നെ നിന്റെ നിന്ദകളെ ദൈവം ഉരുട്ടിക്കളയും. എവിടെ വെച്ചാ നമ്മുടെ നിന്ന മാറിയത്?
നമ്മുടെ നിന്ന മാറിയ സ്ഥലമാണ് ക്രൂശ്. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദ മാൻ ഓഫ് സോറോ, അവൻ വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായിരുന്നു. അവൻ മനുഷ്യന്റെ മുൻപാകെ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടുമായിരുന്നു. 53:3. യേശു നിങ്ങളുടെ നിന്ദകളെ ഏറ്റെടുത്തപ്പോൾ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ആയിരുന്നു. He was despised and rejected of men. അവൻ മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടു, മനുഷ്യനാൽ ത്യജിക്കപ്പെട്ടു. നിന്റെ നിന്ദയെ സഹോദരനെ യേശു ക്രൂശിൽ ഏറ്റെടുത്തു. നിന്റെ നിന്നെ യേശു ഏറ്റെടുത്തത് 1 ശമൂവേൽ 2:30. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്താൽ നീ മാനിക്കപ്പെട്ടവനായി തീരുവാൻ, ദൈവത്താൽ മാനിക്കപ്പെട്ട സഹോദരനാകുവാൻ, ദൈവത്താൽ മാനിക്കപ്പെട്ട ദൈവദാസനാകുവാൻ, ദൈവത്താൽ മാനിക്കപ്പെട്ട മാതാവാകാൻ, ദൈവത്താൽ മാനിക്കപ്പെട്ട പിതാവാകുവാൻ യേശു നിന്റെ നിന്ദകളെ മുഴുവൻ ക്രൂശിൽ ഏറ്റെടുത്തു. ഗിൽഗാൽ, ആ ഗിൽഗാലിൽ നിന്നാണ് സ്തോത്രം എലീശ പുറപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ എന്തെങ്കിലും അനുഭവങ്ങൾ വരുന്നെങ്കിൽ മനസ്സിലാക്കാതെ ആരംഭിക്കുന്നത് ക്രോസിൽ നിന്നാണ്, ക്രൂശിൽ നിന്നാണ്. ഗിൽഗാലിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. ക്രൂശിൽ യുഗങ്ങളുടെ പാറയാകുന്ന യേശു തകർക്കപ്പെട്ടതുകൊണ്ട്, ക്രൂശിൽ യേശു കർത്താവ് നിനക്ക് വേണ്ടി ഉടഞ്ഞതുകൊണ്ട് പരിശുദ്ധാത്മാവാകുന്ന നദി നിങ്ങളുടെ മേലൊഴുകുന്നു. പുറപ്പാട് പുസ്തകം 17:5, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 4 തിരുവചനം പറയുന്നു, യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവായ യേശു കാൽവരി ക്രൂശിന്മേൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ട് ആ പാറ ഉടഞ്ഞു, അവിടെ നിന്ന് നദി പുറപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ നദി നിങ്ങളിലേക്ക് ഒഴുകി പുറപ്പെട്ടത് യേശു കർത്താവ് ക്രൂശിന്മേൽ ഉടഞ്ഞത് കൊണ്ടാണ്. ആ ക്രൂശിലാണ് നിങ്ങളുടെ നിന്ദകളെ അവൻ ഏറ്റെടുത്തത്. ഗിൽഗാലിൽ നിന്ന് അവർ പുറപ്പെട്ടു. നിങ്ങൾ അന്യഭാഷ പറയുന്നെങ്കിൽ, നിങ്ങൾ പ്രവചിക്കുന്നു എങ്കിൽ, നിങ്ങൾ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ, ആത്മാവിൻ്റെ മറ്റ് മാനിഫെസ്റ്റേഷൻസ്, ശക്തിയുടെ സകല പ്രകാശനങ്ങളും നിങ്ങൾ കൊണ്ട് നടക്കുന്നുവെങ്കിൽ മനസ്സിലാക്കുക, നീ നല്ലവനായതുകൊണ്ടോ നിനക്കെന്തെങ്കിലും സ്പെഷ്യൽ എന്തൊക്കെ ഉള്ളത് കൊണ്ടോ അല്ല. ക്രൂശിന്മേൽ യേശു നിങ്ങൾക്കായി തകർക്കപ്പെട്ടതുകൊണ്ട്, ബിക്കോസ് ഓഫ് ജീസസ്, യേശു കർത്താവ് നിമിത്തമാണ് നീ സ്തോത്രം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടത്. ഗിൽഗാദിൽ നിന്ന് അവർ പുറപ്പെട്ടു. രണ്ടാമത്തെ സ്ഥലമാണ് ബഥേൽ. ഗിൽഗാലിൽ നിന്ന് അവർ പുറപ്പെട്ട് അവരെവിടെ എത്തി? 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, ഏലിയാവ് എലീശായോട്, നീ ഇവിടെ താമസിച്ചു കൊള്ളുക, യഹോവ എന്നെ ബഥേലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശാവിനോട്, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബഥേലിലേക്ക് പോയി. 3-ാം വാക്യം. അങ്ങനെ അവർ ബഥേലിലെത്തി. ഗിൽഗാലിൽ നിന്ന് അവർ ബഥേലിലെത്തി. ബഥേൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഓർഡിനറി പ്ലേസ്. ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വെരി ഗുഡ് മെമ്മറീസ് ആൻഡ് ഹെറിറ്റേജ്. അത് നല്ലൊരു പാരമ്പര്യത്തിൻ്റെ സ്ഥലമാണ്, നല്ല അനുഭവ സമ്പത്തിൻ്റെ സ്ഥലമാണ് ബഥേൽ. ബഥേലിൽ അബ്രഹാം പാർത്തു. ഉൽപ്പത്തി പുസ്തകം 12:8 നിങ്ങൾ വായിക്കുമ്പോൾ, ബഥേലിൽ അബ്രഹാം വന്ന് പാർത്തു. അബ്രഹാം മാത്രമല്ല ബഥേലിൽ വന്ന് പാർത്തത്, യാക്കോബും പിന്നത്തേതിൽ വന്ന് പാർത്തതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ യാക്കോബ് ഇതാ ബഥേലിൽ വന്ന് പാർക്കുകയാണ്. അതൊരു വല്ലാത്ത പാർപ്പായി പോയി യാക്കോബിന്റെ പാർപ്പ്. ബഥേലിൽ അബ്രഹാം വന്ന് ദൈവത്തെ യാഗപീഠം പണിത് ആരാധിച്ച ആരാധനയുടെ സ്ഥലമായിരുന്നു അബ്രഹാമിന്റെ കാലത്തെ ബഥേൽ. എന്നാൽ യാക്കോബ് വന്ന് പാർത്തപ്പോൾ എൻ്റെ ആരാധന അനുഭവം വിട്ടുമാറി അതിൻ്റെ പേര് ലൂസ് എന്നായിപ്പോയി. പിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആത്മീയ അനുഭവം നഷ്ടപ്പെട്ടു. ഇന്നും പണ്ടുണ്ടായിരുന്ന ആത്മാവിൻ്റെ തീ ആർക്കോ നഷ്ടപ്പെട്ടു. പണ്ടുണ്ടായിരുന്ന പ്രാർത്ഥനാനുഭവവും ഭക്തിയും ആർക്കോ നഷ്ടപ്പെട്ടു. പഴയ തീയും പഴയ അനുഭവവും മടങ്ങി വരട്ടെ. അവിടെ കല്ലിനെ തലയിണയായി വെച്ച് ബഥേലിൽ യാക്കോബ് തൻ്റെ വലിയപ്പച്ചൻ അബ്രഹാം ആത്മീയ അനുഭവം അനുഭവിച്ച സ്ഥലമെന്നറിയാതെ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വർഗം തുറന്നു. ഒരു ഗോവേണി ഇറങ്ങി വന്നു. ആ ഗോവേണി ഭയങ്കര പ്രസിദ്ധമാണ്. അതിൻ്റെ പേര് ജേക്കബ്സ് ലാഡർ
യാക്കോബിൻ്റെ ഗോവേണി എന്നാണ്. അതിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഈ ഗോവേണിയെക്കുറിച്ച് എഴുതിയപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്തു. കാരണം സ്വർഗത്തിലാണല്ലോ കോടാനുകോടി ദൂതന്മാരുള്ളത്. പക്ഷെ തെറ്റുപറ്റാത്ത പരിശുദ്ധാത്മാവ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരുത്താത്ത പരിശുദ്ധാത്മാവ്, സോറി പറയാത്ത പരിശുദ്ധാത്മാവ്, എക്സ്ക്യൂസ് മീ പറയാത്ത പരിശുദ്ധാത്മാവ്, അക്ഷരത്തെറ്റുണ്ടാക്കാത്ത പരിശുദ്ധാത്മാവ്, ഇപ്രകാരമാണ് എഴുതിയത്: ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. എന്താ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറിയത്? അതെ, ഇവൻ ഒറ്റയ്ക്കല്ല ഇവിടെ വന്ന് കിടന്നത്. അപ്പൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. ചേട്ടനെ പേടിച്ച് അവൻ ഒറ്റയ്ക്കാണ് വന്നത്. ഭയന്നും പേടിച്ച് നിരാശയോടെ അവൻ ഓടി വരുമ്പോൾ മാനുഷികമായ കണ്ണുകൾക്ക് അവൻ ഒറ്റയ്ക്കാണ്. പക്ഷെ അവൻ ഒറ്റയ്ക്കല്ല. അവനോട് കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട്. ഇന്ന് ആരെങ്കിലും എന്നെ ഒറ്റയ്ക്ക് കേൾക്കുന്നെങ്കിൽ, നീ ഒറ്റയ്ക്കല്ല. ആ റൂമിൽ നിന്നോട് കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. യാക്കോബിനോട് കൂടെ ദൈവത്തിൻ്റെ ദൂതൻ ഉണ്ടായിരുന്നു. ആ ദൂതനാണ് കയറിയത്. പിന്നെയാണ് മറ്റേ ദൂതന്മാർ ഇറങ്ങുന്നത്. അവിടെ ദൈവം അവനോട് സംസാരിച്ചു. അവൻ ഉറക്കമുണർന്നു. എന്നിട്ട് അവൻ നേർച്ച നേർന്നു, ദൈവത്തെ ആരാധിച്ചു. ലൂസിൽ നിന്ന് പിതാക്കന്മാരുടെ കാലത്തെ ഉണ്ടായിരുന്ന ആത്മീയാനുഭവത്തിലേക്ക് ആ പട്ടണത്തെ മടങ്ങി വരുവാൻ തക്കോണം ലൂസിൽ നിന്ന് ബഥേൽ എന്ന് പേര് വിളിച്ച് അവൻ മുന്നോട്ട് കടന്നുപോയി. അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ആത്മീയ അനുഭവം വെളിപ്പെട്ട സ്ഥലമായിരുന്നു ബഥേൽ. ആത്മീയ അനുഭവം വെളിപ്പെട്ട സ്ഥലത്ത് എലീശായുടെ കാലത്ത് കുറെ പ്രവാചക ശിഷ്യന്മാർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ. ബഥേലിലെ പ്രവാചക ശിഷ്യന്മാർ പറയുന്നു, നിന്റെ പിതാവ് ഏലിയാവിനെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തുകൊള്ളും, നീ അറിയുന്നുവോ? ഇന്നും ആത്മീയ അനുഭവങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന പലരുണ്ട്. ഇന്നലകളുള്ള അനുഭവങ്ങളിൽ പാർക്കുന്നവർ, ഇന്നലകളിലുള്ള അന്യഭാഷയിൽ പാർക്കുന്നവർ, ഇന്നലെയിലുള്ള ആത്മീയ മാനിഫെസ്റ്റേഷനിൽ പാർക്കുന്നവർ, ഇന്നലത്തെ മെമ്മറിയിൽ പാർക്കുന്നവർ, ഇന്നലത്തെ ഓർമ്മകളിൽ പാർക്കുന്നവർ, ഇന്നലത്തെ മെമ്മോറിയൽ ഉണ്ടാക്കി പാർക്കുന്നവർ. ഇന്നലത്തെ മെമ്മോറിയലിൽ പാർക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്നത്തെ മോണസ്ട്രിയിലാണ് പാർക്കുന്നത്, ഇന്നത്തെ മഠങ്ങളിലാണ് പാർക്കുന്നത്. ഇന്ന് പല സ്ഥാപനങ്ങൾ പല മഠങ്ങളായി തീർന്നിരിക്കുന്നു. ഇന്നത്തെ മഠങ്ങൾ, ഇന്നത്തെ മോണസ്ട്രികൾ ഇന്നലത്തെ മൂവ്മെന്റ്സ് അനുഭവിച്ചവരാണ്. പഴയ കാലത്തുള്ള ആത്മാവിൻ്റെ ചലനം കണ്ടവരാണവർ. പക്ഷേ ആ ചലനം കണ്ടിട്ട് തുടർന്ന് ചലിപ്പാൻ വിമുഖത കാണിച്ചത് നിമിത്തം ചലനത്തിൻ്റെ ആത്മാവ് അവർക്ക് കൈമോശം വന്നു. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ മുന്നോട്ട് ചലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ചലനങ്ങൾ മെമ്മോറിയലായി തീരുന്നു. പിന്നത്തേത് മോണസ്ട്രി ആയി തീരുന്നു, അത് മഠങ്ങളായി തീരുന്നു. ആത്മാവ് ഒരു കാറ്റ് പോലെയാണ്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. യോഹന്നാൻ 3. ആത്മാവ് ചലിക്കുന്നതനുസരിച്ച്, പരിശുദ്ധാത്മാവ് ചലിക്കുന്നതനുസരിച്ച് നീ ചലിച്ചില്ലെങ്കിൽ നിനക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അത് ഡോളറിൻ്റെയോ ദിനാറിൻ്റെയോ കസേരയുടെയോ നഷ്ടമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നഷ്ടമാണ്. ഒരു ദൈവവേദന സംഭവിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ദൈവത്തിൻ്റെ ആത്മാവ് യവണ്ണം ചലിക്കുന്നു എന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ചലിച്ചാട്ടെ, ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കായിരിക്കും.